Hi guys, welcome back to our channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ്. നമ്മുടെ ചാനൽ പതിയെ 1K സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് എത്താറായിട്ടുണ്ട്. സോ ഞങ്ങൾ ഇന്നൊരു ഫാസ്റ്റ് ഫുഡ് ജോയിന്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് ജോയിന്റ്സ് KFC, പിന്നെ ബർഗർ കിങ്, മാക്ഡി ഒക്കെ അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് ജോയിന്റ് ആണ് ഞങ്ങൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് പോകുന്ന ഫാസ്റ്റ് ഫുഡ് ജോയിന്റ് പോപ്പോയ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ലൂസിയാന ഫ്രൈഡ് ചിക്കൻ എന്ന് പറയും. ഫുഡീസായി ഞങ്ങൾ റീസെന്റ് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ ഗൂഗിളൊക്കെ ചെയ്തപ്പോൾ ഒത്തിരി പേര് ഇതിനെ കുറിച്ച് ഒരുപാട് ഹൈപ്ഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി റിയലി wanted to know, is it worth the hype? സോ ഞങ്ങൾ ഇന്ന് വോർസോയിലുള്ള പോപ്പോയ്സ് ചിക്കനിലോട്ടാണ് വന്നിട്ടുള്ളത്. സോ ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിലാണ് അവരുടെ ഫസ്റ്റ് ബ്രാഞ്ച് ഇവിടെ പോളണ്ട് വോർസോയിൽ ലോട്ടി ടെറാസിൽ ഓപ്പൺ ചെയ്യുന്നത്. ഞങ്ങൾ ഇന്ന് അവിടെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് there we are at Popeyes, the famous Louisiana fried chicken. അവിടുത്തെ ഈ ഒരു തിരക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സംതിങ് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ബ്രാൻഡ്. സോ നമ്മൾ ആദ്യം തന്നെ എവിടെയെങ്കിലും ഒരു സീറ്റ് ഉണ്ടോന്നായിരുന്നു തപ്പിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബ്രാഞ്ചിന്റെ രണ്ട് സൈഡിലും ഒരുപാട് സെൽഫ് ചെക്ക്ഔട്ട് മെഷീൻസ് കാണാം. ആസ് വെൽ as നിങ്ങൾക്ക് ഡയറക്ട്ലി കൗണ്ടറിൽ പോയി തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അവിടെ ഓർഡർ ചെയ്യാൻ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ മിക്ക ആൾക്കാരും അവിടെ നിന്ന് വാങ്ങുന്നത് അവരുടെ ചിക്കൻ സാൻഡ്വിച്ച്, ഫ്രഞ്ച് ഫ്രൈസ് ആസ് വെൽ as ലൂസിയാന വിങ്സ്. സോ ഞങ്ങളും കണ്ണുമടിച്ച് അത് തന്നെയാണ് ഓർഡർ ചെയ്തത്. വേറെ ഒന്നും ഞങ്ങൾ വാങ്ങില്ല, കാരണം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്, എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. സോ വി ജസ്റ്റ് സ്റ്റിക്ക്ഡ് ഓൺ ടു ദാറ്റ് ബേസിക് തിങ്. അങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു സീറ്റും കിട്ടി. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ഫൈനലി വി ഗോട്ട് our ഓർഡർ. സോ ഞങ്ങൾ ഈ ഒരു മീലിന് അവിടെ പേ ചെയ്തിട്ടുള്ളത് 65 സ്ലോട്ടാണ്. അതായത് നാട്ടിലത്തെ ഒരു 1300 ആ റേഞ്ച് വരും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഏതൊരു ഫാസ്റ്റ് ഫുഡ് ജോയിന്റ്സിൽ പോയാലും എക്സെപ്റ്റ് മാക്ഡി നിങ്ങൾക്ക് റീഫില്ല് ചെയ്യാൻ പറ്റുന്ന കോൾഡ് ഡ്രിങ്ക് കിട്ടും. സീരിയസ്ലി ഗൈസ്, ഒരു വട്ടം പേ ചെയ്താൽ മതി ആൻഡ് യു ഗൈസ് കൻ എൻജോയ് അൺലിമിറ്റഡ് ഡ്രിങ്ക്സ്. എത്ര വട്ടം വേണമെങ്കിലും എടുക്കാം. അതും എടുക്കുമ്പോൾ സെയിം ഡ്രിങ്ക് എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് പെപ്സി വേണോ അതെടുക്കാം, 7up വേണോ അതെടുക്കാം. അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഐസ് ടീ കുടിക്കണോ അത് വേണമെങ്കിലും എടുക്കാം. എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ പോയിട്ട് ഞങ്ങളുടെ റീഫില്ലബിൾ ഡ്രിങ്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ റീഫില്ലബിൾ കോൺസെപ്റ്റ് അടിപൊളിയായിട്ടില്ലേ? എന്തായാലും നമ്മളെ നാട്ടിലൊക്കെ ഉടൻ തന്നെ വരണമെന്ന് ഞങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ നമുക്കിനി നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം. ഞങ്ങൾ പിന്നെ എപ്പോഴത്തെ പോലെ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയ വേറെ ഒന്നും വേണ്ടല്ലോ നമുക്ക്. ആൻഡ് ദാറ്റ്സ് വാട്ട് വി ഓർഡർ. അവിടെ 2 സ്പൈസി ചിക്കൻ സാൻഡ്വിച്ച്, ദെൻ അതിൻ്റെ കൂടെ റീഫില്ലബിൾ ഡ്രിങ്ക്, ഫ്രൈസ് ആൻഡ് ദ ഫേമസ് ലൂയിസിയാന ചിക്കൻ വിത്ത് സ്വീറ്റ് ചില്ലി സോസ്. ശരിക്കും ഞങ്ങൾ അവരുടെ സിഗ്നേച്ചർ ചിക്കൻ വാങ്ങി ട്രൈ ചെയ്യാനേ മറന്നുപോയി. എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാം വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെന്റ്. കഴിച്ചോക്കെ സ്പൈസി ആണല്ലേ. വിങ്സ് കഴിച്ചോക്ക്. അടുത്ത് കാണിക്ക്. അവരുടെ ഫ്രഞ്ച് ഫ്രൈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. എന്തോ ഒരു സീസണിങ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗ്രേറ്റ്, ബട്ട് അറ്റ്ലീസ്റ്റ് ഫോർ മീ ദ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രം മാക്ഡി ഈസ് ആൻ ഇമോഷൻ. അങ്ങനെ ഫ്രൈസിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് ടേസ്റ്റ് ചെയ്തത് അവരുടെ ഈ വിങ്സ് ആണ്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള അവരുടെ സ്വീറ്റ് ചില്ലി സോസിൽ കോട്ടഡ് ആയിട്ടുള്ള ലൂസിയാന വിങ്സ് ആണ്. അവരുടെ സിഗ്നേച്ചർ പ്ലെയിൻ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല. എന്താണ് നമ്മുടെ KFCനെക്കാട്ടി ഡിഫറെന്റ് ഇതില്? കൊള്ളൂലേ? അല്ല, KFCക്കാളും സോസിന്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നത് കുറച്ചുകൂടെ സോൾട്ടിയാണ്, കുറച്ചുകൂടെ സ്പൈസിയാണ്. നമുക്ക് നമ്മുടെ സ്പൈസി കഴിച്ചോ. There's something different about their wings. എന്തോ ഒരു ഡിഫറെന്റ് മാരിനേഷൻ അവർ ഇതിനെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ KFC കിട്ടുന്ന ചിക്കൻ്റെ ഫ്ലേവറേ അല്ല. സോ ഫൈനലി ഞാൻ ആ വിങ്സ് ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാൻ ആ സോസ് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് പറയുന്നുണ്ട് അത്രയും സോസ് എടുക്കേണ്ട ആവശ്യമില്ല, നല്ല സ്വീറ്റ് ആയി പോകും. ചിക്കൻ ഡിഫറെന്റ് ആണ്. ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഗൂഗിൾ ചെയ്തു, സെർച്ച് ചെയ്തു, ആൻഡ് ദെൻ വി കെയിം ടു നോ ദാറ്റ് ദർ 12 hours of marination makes this chicken completely different from all other fried chicken brand. ഈ ഒരു വിങ്സ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് ഉറപ്പായിട്ടും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു റെക്കമെൻഡേഷൻ ആണ്, ഡു ഗിവ് ഇറ്റ് എ ട്രൈ. ആൻഡ് നൗ ഇറ്റ്സ് ടേൺ ടു ടേസ്റ്റ് their famous chicken sandwich. സ്പൈസി സോസ് എന്നാണ് അവിടെ എഴുതിയിരുന്നത്. ഡീപ് ഫ്രൈഡ് ചിക്കൻ. ചിക്കൻ കുറച്ച് നല്ല ഓയിലിയാണ്. പക്ഷേ ഓയിൽ കുറച്ച് കളർ കുറച്ചൊരു ഇതിലൊന്ന് ജസ്റ്റ് അലമ്പാക്കിയതാണ്. സാരമില്ല, കണ്ടിന്യൂ പോരട്ടെ. പിന്നെ പിക്കിൾസ് നോർമലി ഉള്ള പിക്കിളും ബൈറ്റ് ചെയ്തിട്ട് അറിയാം എങ്ങനെയുണ്ടെന്ന്. സിമ്പിൾ പാത്രമാണ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഫസ്റ്റ് ബൈറ്റ് എടുത്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. എന്താണ് ആൾക്കാർ ഈ ഒരു ജോയിന്റ് എത്രയും എങ്ങനെയുണ്ട്? നല്ല
നമ്മുടെ കേസിലെ സിംഗറാണ്. ക്രിസ്പിയാണ്. സ്പൈസ് ലെവൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരുടെ സ്പൈസ് ലെവലിൻ്റെ ചില മേ ബി ഇവിടുത്തെ നിന്ന് സ്പൈസ് ലെവൽ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ക്രഞ്ചി കുറച്ച് നല്ല ചിപ്സ് കഴിക്കുന്ന ക്രഞ്ചിയാണ് എൻ്റെ കൂട്ടിങ്. ആക്ച്വലി ബർഗറിനകത്തിരിക്കുന്ന ചിക്കൻ എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ബട്ടറിലോ ഇത് ഇവർ ഫ്രൈ ചെയ്യുന്ന ഓയിലിലോ എന്തോ വേറെയാണ്. നോർമലി മക്ഡൊണാൾഡ്സും KFC നോക്കിയാലും നമുക്കൊരു 60-70% സിമിലാരിറ്റി ആണ്. എന്തോ ഒരു ബിഗ് ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത്. എന്താണെന്ന് പറയുന്നത് ഭയങ്കര ക്രഞ്ചി ആയിട്ട് അല്ലേ? ഈ ബണ്ണിന്റെ കളറുണ്ട് അത് ഡിഫറെന്റ് അല്ലേ? അല്ല ചിക്കൻ്റെ ആണ്. ചിക്കൻ കുറച്ചുകൂടെ ഡീപ്പ് ഫ്രൈഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഫ്രൈഡ് ആണോ എന്താണ്? ബണ്ണും വേറെ എന്ത് ഓയിലാണോ? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് ബൈറ്റ് സീരിയസ്ലി ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഫാൻ ആയിട്ടുണ്ട്. മേ ബി നെക്സ്റ്റ് ടൈം ഞാൻ KFC സിംഗറിനെക്കാളും ഇവരുടെ ബർഗർ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പോപ്പോയ്സ് ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം. കിഡ്ലോസ്കി സാധനങ്ങളാണ് അവിടുത്തത്. നമ്മുടെ ഇന്ത്യയിലും അവരുടെ കുറച്ച് ബ്രാഞ്ചസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ പഴയതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.